എല്ലാരും കൂട്ടത്തിലുണ്ടല്ലോ, എല്ലാരും ഉണ്ടല്ലോ. വരൂ, പ്ലേറ്റു മതി. എന്തിത്ത പ്ലേറ്റ് അത്? ഞാനും പ്ലേറ്റ് മേൻ. നിങ്ങൾക്ക് 2000 മന്ത് 4 ലക്ഷം അടിക്കാം. നിങ്ങൾ അടിക്കോ എന്റെ ഇഷ്ടം. എന്റെ ലെവൽ ഞാൻ പലതും പറയും. ഇന്നെ പഠിക്കണ ഒരു മിനിറ്റ്, ഇവിടെ ആരുമില്ല. ഒരു മിനിറ്റ്, ആള് വരട്ടെ. മിനിറ്റ് സമയം കൊടുക്കും. ഒന്ന് കേറിയിട്ടുള്ളൂ. ഏതാ മാൾട്ടിയ? നല്ലൊരു വിൻസ്റ്റിക് ഇദ്ദേഹത്തിനാ ഭയങ്കര. ഒന്നൊക്കെ ചെയ്യും മാലിക്കോ. സന്തോഷമായിട്ട് പോയി അല്ലേ? സന്തോഷമായിട്ടാവും. ഒരാള് വന്നിനെങ്കിൽ അണ്ണാക്ക് ഞാൻ കൊടുക്കുന്നു. അല്ല, ഒന്നാമത്തെ പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാം. മാൾട്ടിയ അണ്ണാക്ക് കൊടുക്കില്ലേ? ഒന്നാമത്തെ പണിഷ്മെന്റ് ഇതിലല്ല കൊടുക്കേണ്ടത്. 2 ഭർത്താനം പറഞ്ഞത് പണിഷ്മെന്റ് ഫ്രീ എന്ന് പറയും ഞാൻ. അതെ, അല്ല പിന്നെ പിന്നെ ബേഡ് കമന്റ് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് ബേഡ് കമന്റ് എന്ത് എഴുതുന്നെന്ന് അറിയണില്ല. ആരെങ്കിലും ബാഡ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കി കിട്ടോ. നോ മ്യൂട്ട്, ഓൾറെഡി ബ്ലോക്ക്. ബാബുക്ക മുക്കത്തപ്പണ്ണ ബ്ലോക്ക്. ഈ 4 ആൾക്കാരിൽ ആരെ പറ്റി കുറ്റം പറയുകയാണെങ്കിലും ബ്ലോക്ക്. മുനീർക്ക ടാപ്പ് ചെയ്യണേ. ഇരിക്കുന്ന എല്ലാരും ടാപ്പ് ചെയ്യട്ടെ. ടാപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈവ് റീച്ച് ആവുള്ളൂ. എവറി വൺ ടാപ്പ് ഓൺ ദ സ്ക്രീൻ. എല്ലാവരും ടാപ്പ് അടിക്കും. ജലീൽ താങ്ക് യു ജലീൽ. ഒരാളുടെ പ്ലേറ്റ്മെന്റ് ആരുമില്ല. ഷഫീഖ താങ്ക് യു. എല്ലാ പ്രശ്നവും ഉപ്പുക്കാന്റെ മുഖത്തുണ്ട്. ഇർഷാദേ ജലീൽ അങ്ങ് മറിച്ചേനെ. അഹങ്കാരം ആരാന്ന് വിചാരോ? കെട്ടില് ആകെ മുക്കും ഇവിടുന്ന് മുക്കും ആളൊരാളെ ജോയിന്റ് ആയിക്കണ മുക്കു ഇങ്ങനെ ആക്കൂ. എംആർ അല്ല അതിന്റെ ഇടയിൽ വന്നുപോയി. മുക്കു ഇന്നലെ 3 കളിതാ 50 സ്കോറാടാ. ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയത്. എല്ലാം ടാപ്പ് അടിക്കും. ടാപ്പ് നിർത്തണ്ട. കളി ജയിക്കാൻ 37 വിന്നിസ്റ്റിക്ക് ഞാൻ എടുത്തു ഇന്നലെ. ഞാൻ മുന്നും പിന്നും നോക്കില്ല, എടുത്തു. അന്നോട് ഞാൻ പറഞ്ഞേ 37ാമത്തെ കളികളെ കളിക്കുന്നുണ്ടെങ്കിൽ ആള് ജയിച്ചിരിക്കുന്നെന്ന് പറഞ്ഞേ. 37ാമത്തെ കളി ജയിക്കുന്നതാണെങ്കിൽ ഉപ്പൂക്ക 1 കോടി സ്കോർ ആണെങ്കിൽ ഉപ്പൂക്ക ആള് ജയിച്ചിരിക്കുന്ന പറഞ്ഞേ. പറഞ്ഞ വാക്ക 37 പിന്നെനിക്ക് വേണം. 37 ആണെങ്കിൽ ഞാൻ 5 മില്യണിൽ 50 മില്യൺ ആയാലും. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ 50 മില്യൺ എത്ര പൂജ ഉണ്ടെന്ന് പോയി കൊറേ കണ്ടതാ മോളെ. ചോദിച്ചിട്ട് വരാൻ പറയും. കൊറേ കണ്ടതാ. 50 മില്യൺ ആയി ഇന്നലെ എടുത്തിരിക്കും. 38 എനിക്ക് വേണ്ട. എന്റെ മൈൻഡ് ദൈവത്തെ ഓക്കെ. എന്തുത്ത ചെങ്ങായി ഒരു കഥ. നാളെ എടുത്തില്ലട്ടാ. തെളിയിലെ ഡബിളാണ്. ഏതായാലും ഒന്ന് പോകുമ്പോ ഒന്ന് വരുന്ന പുതിയ മനസ്സ് നന്നായിരുന്നാ മതി. ഓക്കെ, നല്ല മനസ്സാ. കുഷ്ഠരോഗം പിടിച്ച മനസ്സ്. അയ്യോ നിങ്ങളുടെ അത്രയും ഇല്ല. ഓക്കെ, നിങ്ങളത്ര ഇല്ല. നല്ലതായിരുന്ന ദൈവം എവിടെയെങ്കിലും നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് വരും. നല്ല ആൾക്കാര് ആയിക്കോട്ടെ, നല്ല ആൾക്കാർ. പ്ലേറ്റ്മാനെ ഉമ്മയാണോ ജയിച്ചെങ്കിലുണ്ടോ? ഞാൻ
അതെ അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അന്ന് 37 മിനിറ്റ്സ് അത്രയും 1 മില്യൺ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗെയിം ആദ്യത്തെ ബൂസ്റ്ററുള്ള ഇഞ്ഞതിന്റെ ബൂസ്റ്റർ 32 അയക്കുന്നത്. കളി അറിയാവുന്ന കളിക്കാരന്റെ കളി എന്നറിയാ. സ്കോർ നീട്ടടിക്കലില്ല, അടിച്ചു കൊടുക്കൽ അണ്ണാക്കല്. അതാ കളി അറിയാവുന്ന കളിക്കാരന്റെ കളി. ഡേലോ നിർത്തി കളി അറിയാവുന്ന കളിക്കാരന്റെ കളി അടിച്ചു കൊടുക്കല. ഓക്കെ ഡേലോ നിർത്തി കളി അറിയാവുന്ന കളിക്കാരനത്. ഒരുപാട് സ്കോർ അടിക്കലില്ല, അടിച്ച് ചെറിയ സ്കോർ അടിച്ചു കാണിച്ചു. അവിടുത്തെ ഡയലോഗ് അടിക്കണ്ട. ഓക്കെ പിന്നിലുള്ള വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് അന്ന് ഒരു വേണോ? 36 ഇഷ്ടമല്ല, 37 വേണോ? ഞങ്ങൾക്ക് 2 ഫിനിഷ് കിട്ടുമെന്ന് പറഞ്ഞു. അവരെന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തില്ല? അവരുടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, പിന്നെ മിണ്ടണ്ട. ഡയലോഗ് അടിക്കണ്ട. ഇങ്ങോട്ട് അടിക്കുമ്പോ അങ്ങോട്ട് മറുപടി പറയൂ. നിങ്ങളെ പറയുമ്പോ മിണ്ടാടിക്കാൻ നമ്മൾ പൊട്ടന്മാർന്നല്ല. അനങ്ങാടുന്നോ? ഞാൻ പറഞ്ഞില്ല, നുപ്പുക തന്നെ ഇത് പറഞ്ഞത്. ഓക്കെ, കളിയില് ജയാ വലുത്, സ്കോറല്ല മോളൂസേ, സ്കോറാ വലുത്. ഓക്കെ ഡയലോഗ് വേണ്ട, നിർത്ത്. അതെ അതെ. ആ ഞങ്ങൾ അതൊന്നും വെച്ചിട്ട് PK ഒന്നും കളിക്കാൻ പ്ലാൻ കളിച്ചോ. ബേറ്റ്മാനെ ഒരാളില്ലാണ്ട് വേഗം ഇതൊക്കെ തോറ്റവന്റെ കരച്ചിൽ കണ്ടാ മതിട്ടോ മാൾട്ടിയ. നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കണം. ഒന്നാമത്തെ പണിഷ്മെന്റ് 3 കോഴിമുട്ട അണ്ണാക്കിട്ടിട്ട് എടുക്കുക, വീണ്ടും വെക്കുക, വീണ്ടും എടുക്കുക, അങ്ങനെ 30 വട്ടം. കുരനായ കുരു, എന്തിനാണ് ഇങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത്? രണ്ടാമത്തെ പണിഷ്മെന്റ് സെക്കൻഡ് പണിഷ്മെന്റ് പറയുന്നത് കൊടുക്കുക കരിമിക്ക. നല്ല വെറൈറ്റി പണിഷ്മെന്റ് കൊടുക്കുക. വെറൈറ്റി ഞാൻ എന്നോട് പറയും. ഓന്റെ പിന്നെ താരുടെ ഉള്ളില് ഒരു 4 കോഴിമുട്ട പൊട്ടാതെ സൂക്ഷിച്ചു. കോഴിമുട്ടന്റെ പണിഷ്മെന്റ് ഒന്ന് കഴിഞ്ഞു. എനിക്ക് കോഴിമുട്ടയില്ല. ഓക്കെ പറ. സല്യൂട്ട് അടിക്കണം. 2 പേര് വീണിട്ട് ഒരു 30 സല്യൂട്ട്. സോറി കണ്ടിട്ടില്ല. ആർമി സല്യൂട്ട് അടിക്കണം. ഒരു 30 ആർമി സല്യൂട്ട്. മൂന്നാമത്തെ ആർമിയും പോലീസിലും സല്യൂട്ട് അടിക്കാം. മൂന്നാമത്തെ കുണ്ടംകോട്ടത്ത് നടാൻ പോയിക്കോട്ടെ. നീ പോയിട്ട് നാട് പോയിട്ട് കുണ്ടം. മൂന്നാമത്തെ പണിഷ്മെന്റ് ഞാൻ പറയാം. ഒരു ചൂല്, ഒരു കുണ്ടംപാത്രം തലമടുക, മുക്കത്ത് പോയിട്ട് ഒറ്റക്കാജ് നിൽക്കുക. എന്താണ് എന്താ പറഞ്ഞേ? ഒരു കുണ്ടംപാത്രം, ചട്ടിയല്ലേ വെക്കുക. ചട്ടിയല്ല, കുണ്ടംപാത്രം കുടുക്ക തലമടുക, ഒരു ചൂലെടുക്ക, ബ്രഷ് എടുക്കുക, ഒറ്റക്കാലമ നിൽക്കുക. 3 മിനിറ്റ് പറഞ്ഞിട്ടോ. അത് കുറച്ച് സിമ്പിൾ ആയില്ലേ കരിമ്പിക്ക? എന്ത് കുണ്ടംപാത്രം സിമ്പിൾ അല്ല, തലമുക്കിടണ്ടേ, തല മൊത്തം കൗത്തണം. അതാ എടുത്തുക്കോ, നുപ്പിനെ എടുത്തുക്കോ. ആ പാട്ടിട്ടോ, പാട്ട് ഞാൻ ഇടാം. ബാക്കി ഞാൻ ഇട്ട പാട്ടിന്റെ ബാക്കി ഇടാനുണ്ട്. നിപ്പുനെ കാണില്ല. എടുത്തുക്കോ. മൊത്തത്തിൽ കറുത്തിട്ടാ. കുറച്ച് സൂം ഔട്ട് ആയിട്ട് നിക്ക്. ഫുൾ സൂം ഔട്ട് ഒന്നല്ല, ഫുൾ സൂം ഔട്ടാ. ഓക്കെ സൂം ഔട്ട് ആവില്ല. ഓക്കെ ഇവനെ താടി കൊണ്ട് കാണില്ലടി. താടിയാണോ മുഖാണോ ഒന്നും മനസ്സിലാവുള്ളൂ. മൊത്തത്തിൽ കറുത്തിക്ക്.
എന്ത് വിധി ഇതെന്ന് പാട്ടിട്